അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ പവിത്രമായ പരിപാവനമായ ദുൽഖഅദ മാസത്തിന്റെ 29ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നാളെ 29ാമത്തെ പകലാണ്. നാളെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ അൽഹംദുലില്ലാഹ് വിശുദ്ധമായ പവിത്രതകളേറെ നിറഞ്ഞ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച അതിശ്രേഷ്ഠമായ ലോക മുഅ്മിനീങ്ങൾ ഹജ്ജിനായി ഒരുമിച്ച് ചേർന്ന ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുന്ന വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി അഥവാ നാളെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ മഗ്‌രിബോട് കൂടി നമ്മൾ വിശുദ്ധമായ ദുൽഖഅദ മാസം 30 പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കും നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുക. എന്തുമാവട്ടെ, ഈ ദുൽഖഅദ മാസം വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാ, അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂൽ ചെയ്യണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണം, പേരെടുത്തു പറഞ്ഞ് ദുആരക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആരക്കും. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടിമകളായ നമ്മൾ പറയുന്ന ഈ വാക്ക് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അത് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുമെന്നാണ്, ഈമാൻ ഉറപ്പിച്ചു കിട്ടുമെന്നാണ്. നമ്മൾ തെറ്റിപ്പോവില്ല, ഇസ്ലാമിൽ നിന്നും നമ്മൾ തെറ്റിപ്പോവില്ല, ഇസ്ലാം വിട്ടുപോവില്ലെന്നാണ്. ഈമാൻ മനസ്സിൽ ഉറക്കാൻ ഏറ്റവും നല്ലൊരു ദിക്ർ പറഞ്ഞോ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഒരുപാട് ഉപദ്രവകാരികളായ ജീവികളിൽ നിന്നും എല്ലാ ആപത്ത് മുസീബാത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാനും ഹദീസിലൂടെ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു പ്രാർത്ഥനയാണ്, ദുആയാണ്, കാവലിന്റെ വചനമാണ്. ഏത് പറഞ്ഞോ?
أعوذ بكلمات الله التامات من شر ما خلق 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 അല്ലാഹുവിലേക്ക് നമ്മൾ ഒരു 4 കാര്യം ചോദിക്കുകയാണ്. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണം, എനിക്ക് നീ കരുണ ചൊരിയണം, എനിക്ക് നീ ഹിദായത്ത് തരണം, എൻ്റെ റിസ്ക് നീ വിശാലമാക്കി തരണം. ഈ 4 കാര്യവും നമ്മൾ ചോദിക്കാതെ പോകാൻ പാടില്ല. നമ്മുടെ എല്ലാ സമയത്തും നമുക്ക് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഈ സമയമെങ്കിലും ഈ ഒരു ദുആ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്കത് ജീവിതത്തിൽ വലിയ നഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. നമ്മുടെ കടങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ, നമ്മുടെ വസ്വാസുകൾ മാറാൻ, രോഗങ്ങൾ മാറാൻ എല്ലാത്തിനും നല്ലതാണ് ഈ വാചകം. اللهم اغفر لي وارحمني واهدني وارزقني 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 اللهم اغفر لي
വർഹംനി വഹ്ദിനി വർസുഖ്നി اللهم اغفر لي وارحمني واهدني وارزقني 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 അൽഹംദുലില്ലാ നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും ഹാജിമാർ അള്ളാഹുവിൻ്റെ അതിഥികളായി ഹറമുകളിലേക്ക് എത്തി അവർ ഉംറകളെല്ലാം നിർവഹിച്ച് പരിശുദ്ധമായ മക്കയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രമായ ഹജ്ജിൻ്റെ ദിനങ്ങൾ വരികയാണ്. അള്ളാഹു തആല മുഴുവൻ ഹാജിമാർക്കും ലക്ഷക്കണക്കിന് ഏകദേശം 10-20ഓളം ലക്ഷം ഹാജിമാർ ഈ പ്രാവശ്യം ഉണ്ടാകുമെന്നാൽ മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും അള്ളാഹു തആല ഉന്നതമായ രൂപത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് അവർക്ക് വേണ്ടി ദുആരക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾക്ക് വേണ്ടിയും അവർ ദുആരക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല അവർക്ക് ഓർമ്മശക്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നും നല്ല ഒരു ദുആ കൊണ്ടുള്ള പിന്തുണ ആ പാവം ഹാജിമാർക്ക് വേണം. എങ്ങനെയാണ് നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കേണ്ടത് ഒന്ന് പറഞ്ഞേ. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة
عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാ ദിവസവും ഇനിയുള്ള നമ്മുടെ മജ്ലിസുകളിലെല്ലാം, മജ്ലിസിൽ മാത്രമല്ല അതല്ലാതെ നിങ്ങളുടെ രഹസ്യമായ നിങ്ങളുടെ ഒറ്റക്കായ ദുആകളിലെല്ലാം കൂട്ടമായ ദുആകളിൽ ഉൾപ്പെടുത്തേണ്ട വളരെ ശ്രേഷ്ഠതയുള്ളൊരു ദുആയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായി തന്നെ ദുആരക്കുകയും സ്വഹാബിമാരോട് എപ്പോഴും ദുആരക്കാൻ പറയുകയും ചെയ്ത ഒരു ദുആ. അതിൽ നമ്മൾ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അള്ളാഹുവിനോട് ഹിദായത്തിന് ചോദിക്കുകയാണ്. ഹിദായത്ത് നമുക്ക് വേണം, അതുപോലെ തന്നെ തഖ്വ വേണം, അതുപോലെ തന്നെ പവിത്രത വേണം, അതുപോലെ തന്നെ നമുക്ക് സമ്പന്നത വേണം. ഇതെല്ലാം ചോദിക്കുന്ന സുന്ദരമായൊരു ദുആ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. اللهم إني أسألك الهدى والتقى والعفاف والغنى. 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 اللهم إني أسألك الهدى والتقى والعفاف والغنى.
اللهم إني أسألك الهدى والتقى والعفاف والغنى اللهم إني أسألك الهدى والتقى والعفاف والغنى اللهم إني أسألك الهدى والتقى والعفاف والغنى اللهم إني أسألك الهدى والتقى والعفاف والغنى. ഇനി ഒരു വാചകം പറയാം. ഇത് നമ്മുടെ ദുആകൾക്ക് മുമ്പ്, ഇതിപ്പോൾ ഈ മജ്‌ലിസിൽ മാത്രമല്ല, അതല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയൊക്കെ ദുആരക്കൂലേ നിങ്ങൾ നിസ്കാരത്തിന് ശേഷമൊക്കെ, ചുരുങ്ങിയതൊരു 3 പ്രാവശ്യമെങ്കിലും ഈ വാചകം പറഞ്ഞിട്ട് നിങ്ങൾ ദുആരക്ക്. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും. നമ്മുടെ പ്രശ്ന പ്രയാസങ്ങൾക്കൊരു പരിഹാരമാണ്. ഏതാണ് ആ വാക്ക്? മഹാന്മാരായ ഔലിയാക്കന്മാരൊക്കെ സ്ഥിരമായി പറയുന്നൊരു വാക്കാണ്. ഏത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു വാക്കാണ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ. ഒന്ന് പറഞ്ഞാലോ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم
برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ നമ്മൾ എന്തെല്ലാം ദിക്ർ ഔറാദുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. പ്രത്യേകിച്ച് പേരെടുത്തു പറഞ്ഞ് ദ്വാരക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. ആരുടെയും പേര് തൽക്കാലം പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ ഒക്കെ ഓതി നമുക്ക് ദ്വാരക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين ആയ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദിക്ർ ഔറാദുകൾ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതിലെ പറഞ്ഞതിലെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്, തഖ്വ തരണേ അല്ലാഹ്, ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്, ഹിദായത്ത് തരണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി അല്ലാഹുവേ പടച്ചവനെ കെലിമ പറഞ്ഞു മരിക്കാനുള്ള മഹാസൗഭാഗ്യം നസീബാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പമാര് ഉമ്മമാര് എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, സമാധാനത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ സദസ്സിൽ ആമീൻ പറയുന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ശരീരത്തിന് ആഫിയത്ത് തരണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ്, രോഗങ്ങളെ തൊട്ടുള്ള കാവൽ തരണേ അല്ലാഹ്. ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കീമോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയേഷൻ ചെയ്യുകയാണ്. അല്ലാഹുവേ പരിപൂർണമായ ശിഫ ആ രോഗികൾക്ക് കൊടുക്കണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിന് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട്, അറ്റാക്ക് വന്ന് ചികിത്സയിൽ കഴിഞ്ഞവരുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട്, അതുപോലെ ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും എല്ലാവരുടെയും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, രോഗങ്ങൾ തന്ന് ഞങ്ങളെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്, ഖൈറായ മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൊടുക്കണേ
കൊടുക്കണേ അല്ലാ. മക്കളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഇബാദത്ത് ചെയ്യുന്നവരിൽ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. വിവാഹപ്രായം ആയ മക്കളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീട് പണികൾ പലതും നടക്കുന്നു, എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ സലാമത്തും ബറക്കത്തും റാഹത്തും സന്തോഷവും നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, കടങ്ങളുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോയിട്ടുള്ള പ്രവാസികളായ ഞങ്ങളുടെ സഹോദരിമാരെ സഹോദരങ്ങൾ, അവർക്ക് നീ ജീവിതത്തിൽ ഖൈറും സലാമത്തും റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ദുആ വസിയത്തുകൾ പറയുന്ന ഒരുപാട് വാപ്പമാർ ഉമ്മമാർ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി ആയിരക്കണക്കിന് ദുആ വസിയത്തുകളാണ്. പാവം ഉമ്മമാരാണ്, പാവം വാപ്പമാരാണ്. അവരുടെ ദുആ വസിയത്തെല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ അല്ലാഹുവേ എളുപ്പമാക്കി തരണേ അല്ലാ. അടുപ്പിച്ചു തരണേ അല്ലാ. ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വർഷം ഞങ്ങളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മർളിയുമായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, മദീന സിയാറത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ. ലോക മുസൽമാന് ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ. അപ്പോൾ നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.